ഇവിടെ എന്തേ നടക്കുന്നത്? നോക്കിക്കേ, ഇവര് 3 പേര് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വരുന്നതാണോ? ഇതെന്താ പതിവില്ലാതെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വന്നതല്ലേ. അപ്പോൾ ഇവരോ? അവര് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ കൂടെ വന്നതാ. എങ്ങിരിക്കും, അവിടെ സ്പേസ് ഉണ്ടല്ലോ. ഇത് ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നു, ഞാൻ അങ്ങ് മാറിക്കോളാം. വേണ്ട, മിണ്ടാതിരുന്ന് കഴിക്കടാ. ഇത് കഴിച്ചു, നല്ല ടേസ്റ്റാ. ഞാനിപ്പോ വരാം. നിനക്കിത് കഴിക്കാവോ? അലർജി ഉള്ളതല്ലേ? അലർജി എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആ ഫുഡ് കഴിക്കണ്ട. കഴിക്കും. എന്നോടുള്ള വാശിയാണോ? വാശിയോ? എനിക്കോ? അത് സാറിനോടോ? പിന്നെ എന്തിനാ കഴിച്ചാൽ അലർജി വരും എന്നറിഞ്ഞിട്ടും കഴിക്കുന്നത്? എന്നെ കുറിച്ച് എങ്ങനെ ഇത്തരം കാര്യങ്ങൾ അറിയാമെന്ന് സാർ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയണം. നീ എന്താന്ന് വെച്ചാ കാണിക്കും. എന്ത്? ഞാൻ കഴിച്ചു കഴിഞ്ഞു, എണീറ്റ് പോകുവാണ്. അവരെവിടെ? അവര് കഴിച്ചിട്ട് എണീറ്റ് പോയി. അത് കളയേ. ദേഷ്യം വരുന്നുണ്ടോ? എവിടെ നിന്ന് പോ. നോക്ക്, എനിക്ക് അലർജി ഉണ്ടെന്ന് എങ്ങനെ സാറിന് അറിയാം? എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളായത്. അതെല്ലാം എങ്ങനെ അറിയാമെന്ന് എനിക്കിതൊക്കെ അറിഞ്ഞേ പറ്റൂ. ഇതിനി ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങോട്ടീ പോകുന്നേ? സാറിനോടല്ല ഞാൻ ഈ ചോദിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാതെ ഞാൻ എങ്ങോട്ടും വിടില്ല. സ്റ്റാഫ്സ് ബിഹേവ് ചെയ്യുന്നത് പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടാ? എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നീ ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. എന്റെ കാര്യത്തിൽ ഇതുപോലെ ഇടപെടാൻ സാർ ആരാ? നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പിന്നെ എപ്പോഴാ പറയുന്നത്? ഞാൻ ചത്തു കഴിഞ്ഞു. ഇനി ഇതുപോലെയുള്ള സംസാരമോ വാക്കുകളോ നിന്റെ വായിൽ നിന്ന് വീഴരുത്. ഞാൻ ഇനിയും പറയും, ഞാൻ ചത്താലോ ജീവിച്ചാലോ ഇയാൾക്ക് എന്താ? നിന്നെ ആ ഒരു അവസ്ഥയിൽ കാണാനല്ല നന്ദ ഞാൻ നിന്നെ. നന്ദ, എനിക്ക് ശ്വാസം മുട്ടുന്നു. നന്ദ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. എന്താ പറ്റിയേ? അത് ഫുഡിന്റെ അലർജി, വേറെ കുഴപ്പമൊന്നുമില്ല. നന്ദ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ആദ്യ സാർ എവിടെ? ഞങ്ങള് വന്നപ്പോ സാറ് പോയി. സാറെന്നാ ഇനി പൊയ്ക്കോ, ഞങ്ങള് വീട്ടിലേക്ക് പൊയ്ക്കോളാം. ഞാൻ കൊണ്ടുവിടാം. അത് വേണ്ട, ഞാൻ കിച്ചോട്ടിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. സാറ് പൊയ്ക്കോ. Take care. നീ എന്തിനാ സാറിനെ തിരക്കിയത്? അയാൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. എന്നെ കുറിച്ചുള്ള മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം. നീ ആദ്യ സാറിനെ കോൾ ചെയ്തേ. ഹലോ സാർ, ഇപ്പൊ എവിടെയാന്ന്? മിണ്ടാതിരിക്കാതെ പറ, എവിടെയാന്ന്? എനിക്കിപ്പോൾ തന്നെ കാണണം. എനിക്ക് കണ്ടേ മതിയാകൂ. കട്ടാക്കി. നീ എന്തിനാ ടെൻഷൻ ആകുന്നത്? നീ എവിടെയുണ്ടോ അവിടെ ആദ്യ സാർ വരും. നീ തിരക്കി പോകേണ്ട ആവശ്യമില്ല.
എന്താ കൊച്ച് ഈ രാത്രിയിൽ എവിടെ? എന്താ ആളെ തിരക്കി ഇറങ്ങിയതാണോ? ഞങ്ങളെവിടെ ഇങ്ങനെ ബോറടിച്ച് നിക്കുവായിരുന്നു. വാ നമുക്ക് അങ്ങോട്ട് പോകാന്നേ. വാന്നേ. ബലം പ്രയോഗിച്ചാൽ ഞങ്ങളും ബലം പ്രയോഗിക്കും. അത് വേണോ? നന്ദ ഇതാ തൊടി വേണേ തൊട്ട് നോക്കാൻ. ഞാൻ ഭദ്രമായിട്ട് കൊണ്ടു നടക്കുന്നവളെ തൊട്ട് നോവിച്ചാണ്ടല്ലോ നിന്നെ ഒന്നിനും ഞാൻ ജീവനോടെ വിടില്ല. എനിക്ക് പേടിയാകുന്നു. നീ എന്ത് കാണിക്കാനാണ് ഒറ്റയ്ക്ക് രാത്രി ഇവിടെ വന്നത്? വിളിച്ചപ്പോ എവിടെയാന്ന് പറയാത്തത് കൊണ്ട് ഞാൻ വന്നത്. നിന്നെ ഞാനുണ്ടല്ലോ നിനക്കിതെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഒരു കോപ്പ. ഇപ്പൊ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞതല്ല എന്നെ രക്ഷിക്കാൻ വരണ്ടെന്ന്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര കെയർ കാണിക്കുന്നത്? പറ സാർ, എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ നിങ്ങൾ? എന്റെ എന്താ വേണ്ടത്? പറയില്ല അല്ലേ? നോക്ക്, ഇനി ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. നന്ദ തിരിച്ചു വാ, മണ്ടത്തരം കാണിക്കരുത്. നന്ദ, നന്ദ ഇല്ല, എന്നെ വിട്. എന്നെ വിട്ടേ. എന്നെ എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നത്? എന്നെ വിട്. നിന്നെ അങ്ങനെ ഒന്നിനും വിട്ടു കൊടുക്കാനല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. നിന്നെ ഞാൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാം, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാം. പക്ഷെ എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് മാത്രം നിനക്കറിയില്ല. നിന്നെ എനിക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നിന്നെ കുറിച്ച് എല്ലാം ഞാൻ അറിയാൻ ശ്രമിച്ചത്. ഇപ്പോൾ മറ്റാരെക്കാളും കൂടുതൽ എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ അന്നെ രക്ഷിച്ചപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. അന്നും ഇതേപോലെ തന്നെയായിരുന്നു നിന്റെ മുഖം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിരുന്നു. ആരും അല്ലാത്തൊരിടത്ത് തനിച്ചിരുന്ന് കരയുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ തനിച്ചാക്കിയിട്ടില്ല. നിങ്ങളിങ്ങോട്ട് വീട് മാറി വന്ന ഇടയ്ക്കായിരുന്നു നിന്നെ ഞാൻ കണ്ടത്. എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ നീ രാമൻ തന്നെ റിലേഷൻഷിപ്പിലായി. കുറച്ചധികം വേദനിച്ചെങ്കിലും വിധിയാണെന്ന് കരുതി. ഇനി വിധിയാണെന്ന് കരുതിയിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. 5 വർഷമായി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടി ഒരാളുണ്ടെന്ന് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു നീ. എന്നെ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. എനിക്ക്
പോണം. നീ വന്നോ? എങ്ങ നോക്കിയേ. എന്താ എന്താ പറ്റിയേ? ആദി സാർ എന്നെ എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നത്? എന്നെ വിട. ലവ് യു. നിന്നെ അവർ ഒന്നിനും വിട്ടു കൊടുക്കാനല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. നിന്നെ ഞാൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാം, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാം. പക്ഷെ എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് മാത്രം നിനക്കറിയില്ല. കുഞ്ഞി, നിന്നെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. ബാ. വൗ, താങ്ക് യു. വൈകുന്നേരം വരുമോ? വരാം. ആന്റി, ആ അകത്തേക്ക് വാടാ. നീ എന്താ ചോദിച്ച സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ്? ഓ, എനിക്കിത് വേണ്ട. അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ശ്രീബാലയെ കൊണ്ടുപോകാൻ വന്നതാ. തിരിച്ചു കൊണ്ട് വിട്ടോളാം. അത് പ്ലീസ്, ഞാൻ തിരിച്ചു കൊണ്ട് വിട്ടോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ മാം. ശ്രീബാലയെ ഒന്ന് വിടാമോ? നിങ്ങളാരാ? ശ്രീബാലയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. പ്രിൻസിപ്പൽ മാം പെർമിഷൻ തന്നിട്ടുണ്ട് ശ്രീബാലയെ കൊണ്ടുപോയിക്കോളാം. എന്താ ശ്രീബാല കുട്ടി ചെല്ലു. മാം, എനിക്ക് ഇയാളെ അറിയില്ല. നിനക്ക് എന്നെ അറിയില്ലേ? ഇല്ല. എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. നന്ദ ഹോസ്പിറ്റലിലായിരുന്നു. റാം, നിക്ക്. എന്താ നന്ദയ്ക്ക് പറ്റിയത്? നന്ദയ്ക്കൊന്നും പറ്റിയില്ല. പക്ഷെ നന്ദയുടെ കാര്യം പറഞ്ഞ നീ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഇറങ്ങി വരുമെന്ന് എനിക്കറിയാം. നിനക്ക് എന്നെ അറിയില്ല അല്ലേ? ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുമോ? നീ എന്തിനാ ഇപ്പോൾ എന്നെ കാണാൻ വന്നത്? നീ കാരണമല്ലേ ഞാനും നന്ദയും പിരിഞ്ഞത്. ആ നീ തന്നെ ഞങ്ങൾ ഒരുമിപ്പിക്കണം. ശ്രമിക്കാം. എന്താ? ഞാൻ ശ്രമിക്കാം. നന്ദ നിന്റെ പ്രണയത്തെക്കുറിച്ച് വാതോറാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നീ എന്നെ പ്രണയിച്ചിരുന്നോ? നിന്നോട് എനിക്ക് തോന്നിയ പ്രണയം കള്ളമായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് വേണ്ടി എന്റെ കണ്ണുകൾ നിറയില്ലായിരുന്നു റാം. ഞാനൊരിക്കലും ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നന്ദയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നീ എന്നെ സ്നേഹിക്കുമായിരുന്നു? എനിക്കറിയില്ല. അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ ഒരു ജന്മത്തിലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നോട്ടെ. നിന്റെ അനുവാദത്തോടെ ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ. സാരമില്ല, എനിക്ക് മനസ്സിലാകും റാമിനെ. നന്ദയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നീ. നന്ദയും എന്നെ തിരിച്ച് സ്നേഹിക്കാൻ ഞാൻ സഹായിക്കാം. ബാല, അതെന്ത് ടാബ്ലറ്റ്സാ? അതൊന്നുമില്ല. നിനക്ക് നോക്കട്ടെ. റാം, അതെനിക്ക് തരാൻ. റാം, തരാനത്. അതെനിക്ക് തരാനല്ല ഞാൻ പറഞ്ഞത്. നിനക്ക് ഡിപ്രഷൻ ഉണ്ടോ? ഇത് നന്ദയ്ക്ക് അറിയാമോ? ഇല്ല, ഈ കാര്യം നന്ദയോട് പറയരുത്. ഈ ഡിപ്രഷൻ വരാനുള്ള റീസൺ ഞാനാണോ? ഞാൻ അതേന്ന് പറഞ്ഞാൽ
എന്നോടുള്ള വെറുപ്പ് കൂടില്ലേ? റാം ശരിക്കും എന്തിനാ വന്നത്? നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കുന്ന കാര്യം പറയാനാണോ? വേണ്ട, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇറ്റ് വിൽ ബ്രേക്ക് യു. ഇല്ല റാം, നിങ്ങൾ ഒരുമിക്കുന്നത് കാണുമ്പോൾ ഞാനല്ലേ കൂടുതൽ ഹാപ്പി ആകുന്നത്. I thought I was the only one carrying this much pain, but I was wrong. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് താര, ഇത് കോളേജാണ്. ആരെങ്കിലും കണ്ട എന്റെ ജോലി തുറയ്ക്കും. ശരിക്കും? ആ ശരിക്കും. എന്നാ ഓക്കെ, മാറുന്നില്ല ഞാൻ. ക്ലാസ്സിലേക്ക് പോ. ശരി. ഹലോ. എന്താ ഗൗരവത്തിലാണല്ലോ? എന്താ പറ്റിയ? ഒന്നുമല്ലടി. ഇല്ല, എന്തോ ഉണ്ട്, പറയുന്നേ. ലവ് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരുന്നാ മതി. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ടോക്ക്? നമുക്ക് കാമകനൊന്നും ഇല്ലേ? വേഗം വണ്ടി തിരിക്കേട്ടാ, വിശക്കുന്നു. നന്ദ, ഇപ്പൊ നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. ഒരു ഡിന്നർ ഡേറ്റിന് വരുന്നോ? റാം, നിന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ല. നീ വീണ്ടും പഴയതുപോലെ കാര്യങ്ങളാക്കാൻ ശ്രമിക്കണ്ട. ഇത് വെറും ഒരു ഡിന്നർ ഡേറ്റ് അല്ലേ നന്ദ? എനിക്ക് താല്പര്യമില്ല. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. നന്ദു, ബോറടിക്കുന്നടി. അതിനിപ്പോ എന്താ ചെയ്യാ? നമുക്ക് എവിടെയും പോകാം. എവിടെ പോകും? നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാം. ഓക്കെ ഡൺ. ഏട്ടാ, ഞാൻ ഒരു ഡിന്നർ ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആളുടെ കൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏട്ടൻ ഇന്ദുവിനെ കൂട്ടിക്കൊണ്ട് വയ്ക്കോ? ഇല്ലടോ, എനിക്ക് വർക്കുണ്ട്. അത് പറഞ്ഞ എങ്ങനാ? ഞാൻ ബുക്ക് ചെയ്ത് പോയില്ലേ? എന്നാ നീ എൻ്റെ വർക്ക് ചെയ്യൂ, ഞാൻ പൊയ്ക്കോളാം. ശരി, ഞാൻ ചെയ്തോളാം. ഓക്കെ. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? എന്നാ നമുക്ക് ഡേറ്റിന് പോകാം. ഇല്ല, പറ്റില്ല. ഞാൻ നന്ദുവിന്റെ കൂടെ. നീ പോയി നിന്റെ നന്ദുവിനെ കേട്ടു. അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നെ ദേഷ്യം വരില്ലേ? എന്ത് പറഞ്ഞാലും നന്ദു. ഇതെന്തുവാ വന്നേ? അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ മൂവി കാണാൻ പോകാനിരുന്നതാ. അന്ന് അത് നടന്നില്ല. ഇപ്പൊ സെക്കൻഡ് ഷോ കാണാൻ പോകാന്ന് വെച്ചപ്പോ. അപ്പോൾ ഞാനാണോ പ്രശ്നം? വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഇല്ല, വഴക്കുണ്ടാക്കുന്നില്ല, നീ പൊയ്ക്കോ. ഇല്ല, ഞാൻ പോകില്ല. നിനക്ക് എന്നെയാണോ നന്ദുവിനെയാണോ കൂടുതൽ ഇഷ്ടം? ഇതെന്താ കുഞ്ഞു പിള്ളേരെ പോലെ? നിനക്ക് എന്നെയാണോ നന്ദുവിനെയാണോ ഇഷ്ടം? എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്. ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചോളൂ, അതിനൊരു ആൻസർ മതി. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ല. എങ്കിൽ സെക്കൻഡ് ഷോ കാണാൻ പറ്റുമോ? വേണ്ട, നന്ദുവിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ ഡേറ്റിന് വരാം. അതെന്താ, എനിക്കപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാണോ? അതെ, മനസ്സിലാക്കാനുള്ള കഴിവില്ല. പോടാ. വൈകുന്നേരം ഞാൻ വരും, റെഡിയായി നിന്നാണ്. ശരി സാർ. നാളെ കഴിഞ്ഞ എൻഗേജ്മെന്റ് ഉള്ള ആൾക്കാരാ ഡേറ്റിങ്ങിന് പോകുന്നത്. പെങ്കൊച്ച്, ഡിന്നർ കഴിച്ചു കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. പോയിട്ട് വരാട്ടോ. നീ സൂക്ഷിച്ചു പോയിട്ട് പോകാട്ടോ.
പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ അല്ലേ? ആ മനസ്സിലായി. എന്താ? ഏയ് പോയിട്ട് പെട്ടെന്ന് വരണമെന്ന്. വാ, നമുക്ക് കുറച്ച് നടക്കാം. എൻ്റെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ഹാപ്പിനെസ് ആണെന്ന് അറിയാമോ? നിനക്ക് അങ്ങനെയല്ലേ? അയ്യോ അതെ. മഴ പെയ്യോ? പെയ്യാന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റുണ്ട്. അയ്യോ മഴ. എന്താ ഈ ഓടട്ടോ? മഴ കുറയുന്നുണ്ട്, കാറിന്റെ അങ്ങോട്ട് പോകാം. വാ. Sorry, I can't resist myself. ഞാൻ പറഞ്ഞതാ ഞാൻ കോളേജിലേക്ക് പോകുന്നില്ലെന്ന്. കണ്ട കിഷോർ സാർ പോലും വന്നിട്ടില്ല. അവരെല്ലാവരും നടത്താനുള്ള എൻഗേജ്മെന്റിന്റെ പ്രിപ്പറേഷനിലും. സാരമില്ലടി, നമുക്ക് നാളെ അടിച്ചു പിടിക്കാന്നേ. എന്നാലും കഷ്ടമുണ്ട്. ഹേയ് ശ്രീബാല. എന്താ ചേച്ചി? ഹേയ് ഒന്നുമില്ല, നാളെ വരില്ലേ? വരും. എന്താ പറ്റും? അവളെന്തിനാ വരുന്നത്? അതെന്ത് റിലേഷനാ? അത് ഇന്ദു ചേച്ചിയുടെ ഫ്രണ്ടിന്റെ സിസ്റ്ററാ. ഓ ആണോ? ഹായ്, ദേ ബാല. ഒന്ന് അടങ്ങിയിരി എന്റെ കൊച്ചേ. ദേ അവര് വന്നു. ഇന്നലെ ഞാൻ നന്നായി മെസ്സേജ് ചെയ്തു കേട്ടോ. ആയിക്കോട്ടെ. നന്ദ, ഹലോ, ഞാൻ ആദിദേവ്. എനിക്കറിയാം, ഞാൻ നന്ദയുടെ സിസ്റ്റർ അല്ലേ? ഐ നോ. ചിരിയൊന്നും അത്ര പോരല്ലോ മാഷെ. ചിരിക്കാനൊക്കെ മറന്നുപോയോ? അറിയോ അനേജ്? അതെന്താ? ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. ഹലോ, ഞാനിപ്പോൾ നീ ഉള്ള സ്ഥലത്തുണ്ട്. ഇവിടെ എന്ത് ഫംഗ്ഷനാ? അതെന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ് കാർത്തിക്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് നിന്നെ കാണാൻ ടൈം കിട്ടിയത്. അതാ വന്നത്.
ഇപ്പൊ എന്നെ എന്തായാലും കാണാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആരാ? കാർത്തിക്. വാട്ട്? അവൻ ഇവിടെയും വന്നോ? അവന്റെ ബിസിനസ് എല്ലാം തകർത്തിട്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നത്. അതിന് റിവെഞ്ച് ചെയ്യാനായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. ആയിരിക്കും. എവിടെയാ അവനുള്ളത്? ഇവിടെ. അവനെ ഞാൻ റാം, നോ. ഇതൊരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ച് നീ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യരുത്. ഉം. ഞാൻ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു വിട്ടോളാം. കാർത്തിക്. അയ്യോ, റാം. ചേച്ചി, റാം എവിടെ? ഏട്ടൻ അവിടെ എങ്ങോട്ടുണ്ടായിരുന്നു? റാം ഇതെവിടെ പോയി? റാം. വാ, പോകാം. ഇവിടെ നിന്ന് വേഗം പോകാം. വാ. എന്താ? എങ്ങോട്ട് പോകാനോ? അയാള് വന്നിട്ടുണ്ട്. നിന്നെ അയാൾ എന്തെങ്കിലും ചെയ്യും. വാ, നമുക്ക് പോകാം. വാ, പോകാം. ബാല, ബാല, കാർത്തിക്കിനെ നീ കണ്ടോ? അവനെയാണോ നീ ഇങ്ങനെ പേടിക്കുന്നത്? അയാൾ നിന്നെ ഇനിയും കൊല്ലാൻ നോക്കും, എനിക്ക് ഉറപ്പാ. ബാല, ബാല, എനിക്ക് പേടിയാറോ? പേടിക്കണ്ട, ഒന്നുമില്ല, വാ. വേണ്ട, നീ എപ്പോഴും അങ്ങോട്ടും പോവണ്ട. അവൻ എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ വിശ്വസിക്ക്. വേണ്ട, പോകണ്ടടാ. നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ നിന്നെ തിരിച്ച് സ്നേഹിക്കില്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനു വേണ്ടിയാ? നന്ദ, നീ കാർത്തികൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. ബാല വല്ലാതെ പേടിച്ചിരിക്കുക. കാർത്തിക്, ഹായ്. നന്ദ, ലോങ് ടൈം നോ സീ. നമുക്ക് നാളെ നേരിട്ട് കണ്ട് സംസാരിക്കാം. നീ ഇപ്പോ ഇവിടെ നിന്ന് പൊയ്ക്കോ. ആ, ഓക്കെ. നാളെ ഉറപ്പായും കാണണം. യാ, ഷുവർ. വാ, അവനിപ്പോൾ പോയിട്ടുണ്ടാകും. റാം, ബാല, വാ, എൻഗേജ്മെന്റ് തുടങ്ങാറായി. അയ്യോ, സോറി. വാഷ്റൂം എവിടാ? അറിയില്ല, നോക്കാം. വേറെ ഷർട്ട് കൊണ്ടുപോവാ. ഞാൻ എവിടെ പോയി കൊണ്ടുവരാനാ? നീ അല്ലേ ഇത് ചീത്തയാക്കിയത്? എന്റെ ആ ദുപ്പട്ട ഇങ്ങോട്ടാ. അയ്യേ, അപ്പൊ ഞാൻ നിക്ക്, ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുതരാം. വേണ്ട, ഞാനത് കഴുകിക്കോളാം. ചേട്ടാ, എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? എന്റെ പെങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ അതിന്റെ ടെൻഷൻ ഒന്നും ഇല്ലാതെ നിന്നെ ഞാൻ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കാം. ഓ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. താങ്ക് യു. വേണ്ട, വേണം വേണം, പ്ലീസ്. ചേട്ടാ, ചേട്ടന്മാരോട് താര അങ്ങോട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? എന്താണ്? ഇപ്പൊ ആരാ? ഏട്ടാ,
സൂര്യ സൂര്യ ഞാനൊന്ന് പറയട്ടെ, നീ ഞങ്ങളുടെ പെങ്ങളെ എന്താണ് ചെയ്തേ? അത് പ്ലീസ് ഞാനൊന്ന് പറയട്ടെ. കിഷോർ നിന്നെ എന്ത് ചെയ്തെന്നാ? എന്നെ അയാള് കയറി പിടിക്കാൻ ശ്രമിച്ചു. അത് പ്ലീസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. മിണ്ടരുത് നീ. ചേട്ടാ മാറി നിൽക്ക്, വിട. ഇതിപ്പോൾ ഒരു പ്രശ്നമാക്കരുത്. ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. കിഷോറിനെ വിട്. എന്റെ ദൈവമേ, അവൾ എന്നെ പരിപാടിയെ കാണിച്ചത്. ഇത് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്തിനാ താരെ വിളിച്ചേ? എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നിങ്ങളെ ചാടിക്കയറത്തല്ല ഉണ്ടായിരുന്നു. എടാ നീയും കണ്ടതല്ലേ അവൻ താരെ? കണ്ടതെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ? കാണാത്ത പല കാര്യങ്ങളും നീ വിശ്വസിച്ചില്ലേ? വാ, ഇറങ്ങാൻ ടൈമായി. എന്തോ ഒന്ന് ശരിയല്ലാത്ത പോലെ ഉണ്ടല്ലോ. എനിക്കും തോന്നി. അമ്മ, കിച്ചേട്ടൻ എവിടെ? ആ, കണ്ടില്ല. അവനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാനങ്ങനെ മറക്കുന്ന കൂട്ടത്തിലല്ല കിഷോർ സാർ. നിങ്ങളെ കാരണം ഞാൻ എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നിന്നതാ. അതേ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ വരുത്തും.